ഹായ് മക്കളെ, ഞാൻ എല്ലാവരും കെമിസ്ട്രി ബേസിക് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ ബേസിക് ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികൾക്ക് കെമിസ്ട്രി ബുദ്ധിമുട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ളതാണ്. ഓക്കെ, സോ കെമിസ്ട്രി ബേസിക്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാറുണ്ട്. പോയിപ്പോ ഈ കെമിസ്ട്രി ബേസിക്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എല്ലാ കുട്ടികളും പഠിക്കുന്ന കാര്യം എന്ന് കഴിഞ്ഞാല് എലമെന്റ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കാം. എലമെന്റ്സ് എന്ന് പറഞ്ഞാണ് നമുക്കറിയാം, എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്ന് പറയുന്നത് മൂലകങ്ങളാണ്. ഓക്കെ, മൂലകങ്ങൾ. അപ്പൊ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റോമിക നമ്പർ 1 മുതലുള്ള 30 വരെയുള്ള മൂലകങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞതിന് ആവശ്യമുള്ള സമയത്ത് ഈ മൂലകങ്ങളും അവയുടെ സിമ്പിൾ അഥവാ പ്രതീകം. സിമ്പിളിന്റെ മലയാളം നമ്മളെ പ്രതീകം എന്നാണ്. ഓക്കെ, സിമ്പിളിന്റെ മലയാളം എന്നുള്ളത് പ്രതീകം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറ്റോമിക നമ്പർ 1 മുതൽ 30 വരെയുള്ള മൂലകങ്ങളുടെ പ്രതീകങ്ങളെ കുറിച്ചാണ്. നോക്കിക്കോ, അറ്റോമിക നമ്പർ 1 to 10 വരെയാണ് കൊടുത്തത്. 1 മുതൽ 10 വരെയുള്ള മൂലകങ്ങളെ കുറിച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കോ, അറ്റോമിക നമ്പർ 1 ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഓക്കെ, ഈ ഹൈഡ്രജന്റെ പ്രതീകം ഉണ്ടാവുന്നത് എച്ച് എന്നാണ്. എന്താണ്? എച്ച്. ഇനി രണ്ടാമത്തെ അറ്റോമിക നമ്പർ 2 ഹീലിയമാണ്. ഹീലിയത്തിന്റെ പ്രതീകം എന്താണ്? എച്ച് ഇ എന്നാണ്. ഇനി മൂന്നാമത്തെ ലിഥിയമാണ്. ലിഥിയത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് എൽ ഐ എന്നാണ്. ഇനി നാലാമത്തെ ബെർലിയമാണ്. ബെർലിയത്തിന്റെ പ്രതീകം എന്താണ്? ബി ഇ. ബോറോൺ ബി. ആറാമത്തെ കാർബൺ സി. ഏഴാമത്തെ നൈട്രജൻ എൻ. എട്ടാമത്തെ ഓക്സിജൻ ഒ. 9ാമത്തെ ഫ്ലൂറിൻ എഫ്. 10ാമത്തെ നിയോൺ എൻ ഇ. ഈ കാര്യങ്ങൾ അറ്റോമിക നമ്പർ 1 മുതൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, നൈട്രജൻ, കാർബൺ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇത്രയും ആൾക്കാരുടെ കുറിച്ച് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിട്ടുണ്ടാവും. അറ്റോമിക നമ്പർ 1 മുതൽ 10 വരെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ നോക്കിക്കോ മക്കളെ, ശ്രദ്ധിച്ചു കേട്ടോടാ. നമ്മുടെ അറ്റോമിക നമ്പർ 1 മുതൽ 10 പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം. നെക്സ്റ്റ് ഏതാണ്? 11 മുതൽ 20 വരെ. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റോമിക നമ്പർ 11 മുതൽ 20 വരെയുള്ള മൂലകളെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറ്റോമിക നമ്പർ 11 to 20. ഓക്കെ, 11 to 20. 11 to 20 എന്ന് പറഞ്ഞ സമയത്ത് 11ാമത്തെ മൂലകം സോഡിയമാണ്. സോഡിയം എൻ എ. 12 മെഗ്നീഷ്യമാണ് എം ജി. 13 അലുമിനിയം എ എൽ. 14 സിലിക്കൺ എസ് ഐ. 15 ഫോസ്ഫറസ് പി. 16 സൾഫർ എസ്. 17 ക്ലോറിൻ സി എൽ. സി ഐ അല്ല, സി എൽ ആണ്. ഇനി ആർഗൺ എ ആർ. പൊട്ടാസ്യം കെ. കാൽഷ്യം സി എ. മക്കളെ, അറ്റോമിക നമ്പർ 11 to 10 അതിന്റെ സിമ്പിൾസ് പ്രതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇനി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് മക്കളെ, നമുക്ക് മനസ്സിലാകുന്ന ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ പുറത്തു പോയിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, നോക്കിക്കോ, ഈ അറ്റോമിക നമ്പർ 11 to 20 വരെയുള്ള മൂലകങ്ങളിലെ ഷോർട്ട് കട്ട് പഠിക്കാൻ വലിയ പറ്റുന്നില്ല. ഒരു കോഡ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ആ കോഡ് ഇങ്ങനെയാണ്. മക്കളെ, പുറത്തു പോയിട്ട് പറഞ്ഞു കൊടുക്കരുത്. ഒന്നാമത്തെ കോഡ് നമ്മുടെ. ആരാണ്? നമ്മുടെ. ഒന്നുകൂടി, നമ്മുടെ. ആ നമ്മുടെ എന്നുള്ള ആരുണ്ട്? സോഡിയം ഉണ്ട്, എൻ എ. ഓക്കെ, നമ്മുടെ. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി. ഈ മഹാത്മാഗാന്ധി ആരുണ്ട്? മെഗ്നീഷ്യം ഉണ്ട്. ഇനി ശ്രദ്ധിക്കണം മക്കളെ, അല്പം. നമ്മുടെ മഹാത്മാഗാന്ധി അല്പം. സിഗരറ്റ്. നമ്മുടെ മഹാത്മാഗാന്ധി അല്പം സിഗരറ്റ്. തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മഹാത്മാഗാന്ധി അല്പം സിഗരറ്റ് പുകച്ചിട്ടില്ല. നല്ല കാര്യമല്ലേ? നമ്മുടെ മഹാത്മാഗാന്ധി അല്പം സിഗരറ്റ് പുകച്ചിട്ടില്ല. അപ്പൊ എന്തായി? നമ്മുടെ സോഡിയമായി, മഹാത്മാഗാന്ധി എം ജി ആയി, അല്പം നമ്മുടെ പാലെ അലുമിനിയമായി, സിഗരറ്റ് നമ്മുടെ പാലെ സിലിക്കണായി, പുകച്ചിട്ടില്ല പി ആണ്, ഫോസ്ഫറസ്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോ. എസ് എന്ന മക്കളെ നോക്കിക്കോ. എസ് ശരത്തിന്. ആരെ മക്കളെ? ശരത്തിന്.
ക്ലാസ്സിൽ, ശരത്തിന്റെ ക്ലാസ്സിൽ ആരും പൊട്ടനായി കാണരുത്. നമ്മുടെ മഹാത്മാഗാന്ധി അല്പം സിഗരറ്റ് പുകച്ചിട്ടില്ല. ശരത്തിനെ ക്ലാസ്സിൽ ആരും പൊട്ടനായി കാണുന്നു. ഇതാണ് അറ്റോമിക് നമ്പർ 11 മുതൽ 20 വരെയുള്ള മൂലകങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഷോർട്ട് കട്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത മക്കളെ. ഓക്കെ, അപ്പൊ നോക്കിക്കോ മക്കളെ, ഇനി അറ്റോമിക് നമ്പർ ഞാൻ ഇവിടുന്ന് പറഞ്ഞു 11 മുതൽ 20 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിക്കോളാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. ശ്രദ്ധിക്കണം, അറ്റോമിക് നമ്പർ 21 to 30. ഇതാണ് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് പറയുന്ന സമയം. ഓക്കെ, അറ്റോമിക് നമ്പർ 21 to 13. ഓക്കെ, 21 to 13 എന്ന സമയത്ത് 21 സ്കാൻഡിയം ആണ്. സ്കാൻഡിയം അതിന്റെ സിമ്പിൾ വരുന്നത് SE എന്നാണ്. S ക്യാപിറ്റൽ C സ്മോൾ ലെറ്റർ ആണ്. ഇനി ടൈറ്റാനിയം TI എന്നാണ്. അതിന്റെ സിമ്പിൾ TI ആണ്. ഇനി വനേഡിയം V, ക്രോമിയം CR, മാംഗനീസ് Mn, അയൺ Fe, കൊബാൾട്ട് CO, നിക്കൽ Ni, കോപ്പർ Cu, സിങ്ക് Zn. ഈ പ്രതികരണങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഇവിടെയും ഉണ്ട് നമ്മൾ ഷോർട്ട് കട്ട് ക്ലിയർ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എന്റെ കയ്യിൽ ഷോർട്ട് കട്ട് പോയിപ്പോ സ്കൂട്ടി. എങ്ങനെ? സ്കൂട്ടി. വിക്രമൻ. ഓക്കെ, മക്കളെ സ്കൂട്ടി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഇത് മുതലേ കമ്പൈൻ ചെയ്തുകൊണ്ട് വിക്രമൻ, സ്കൂട്ടി വിക്രമൻ. ഫെക്കോ, നിക്കോ, ഫെക്കോ നിക്കോസ്. സ്കൂട്ടി വിക്രമൻ ഫെക്കോ നിക്കോസ്. ഒന്നുകൂടി അനുഭവിക്കുക, സ്കൂട്ടി വിക്രമൻ ഫെക്കോ നിക്കോസ്. ഈ സ്കൂട്ടി എന്ന് പറഞ്ഞാൽ ആരംഭിച്ച സ്കാൻഡിയം ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്. വിക്രം എന്ന് പറഞ്ഞാലോ വനേഡിയം ഉണ്ട്, ക്രോമിയം ഉണ്ട്, മാംഗനീസ് ഉണ്ട്. ഫെക്കോ എന്ന് പറഞ്ഞാലോ അയൺ അഥവാ ഇരുമ്പുണ്ട്, കൊബാൾട്ട് ഉണ്ട്. ഇനി നിക്കോസിലോ നിക്കൽ ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, സെഡ്. ഓക്കെ, സോ സ്കൂട്ടി വിക്രമൻ ഫെക്കോ നിക്കോസ് എന്നാണ് അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെയുള്ള മൂലകങ്ങളെ പഠിക്കാനുള്ള ഷോർട്ട് ഉണ്ട്. അപ്പോ ഇന്നത്തെ എന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് പറഞ്ഞേക്കാം, അറ്റോമിക് നമ്പർ 1 മുതൽ 30 വരെയുള്ള മൂലകങ്ങളെ കുറിച്ച് അതിന്റെ പേരും സിമ്പലും നിങ്ങൾക്ക് പറയാമെന്നാണ് എന്റെ ഉദ്ദേശം. അതോ നോക്കിക്കോ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാരണം പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ പഠനം എന്തുണ്ട്, ഈ ഓരോ മൂലകങ്ങളെ പറ്റി പഠിക്കാനും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് വിന്യാസം എഴുതാറുണ്ട്. അതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് എളുപ്പമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇന്ന് ഉൾപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ല. അപ്പോ ക്ലാസ് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ വീഡിയോ എന്തായാലും കമന്റ് ചെയ്താൽ മതി. അപ്പോ ഓൾ ദ ബെസ്റ്റ്.